ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പഠിപ്പിക്കട്ടെ. എല്ലാവർക്കും കൺഫ്യൂഷനുള്ള സംഭവമാണ്. സംഗതി ഈസിയാണ് ഗൈസ്. ഇപ്പോൾ ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്. ഞാനത് ചെയ്യണമായിരുന്നു. ഓക്കെ, ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാലോ എനിക്കത് ചെയ്യാമായിരുന്നു. അത്രേ ഉള്ളൂ. മറ്റൊരു നിർബന്ധത്തിൻ്റെ ഇതുണ്ട്. ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ യു കുഡ് ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാലോ യു കുഡ് ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കത് ചെയ്യാമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം. ഒരു നിർബന്ധത്തിൻ്റെ സ്വരം. ഓക്കെ, ഒരു റിഗ്രറ്റ്. ഐ ഷുഡ് ഹാവ് ഡൺ ഇറ്റ്, ഞാനത് ചെയ്യണമായിരുന്നു. കുഡ് എന്ന് പറഞ്ഞാൽ ചെയ്യാമായിരുന്നു. യു കുഡ് ഹാവ് ഡൺ ഇറ്റ്, ഐ കുഡ് ഹാവ് ഡൺ ഇറ്റ്, അങ്ങനെയൊക്കെ പറയും. ഇനി വുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്കത് ഞാൻ ചെയ്തേനെ, അങ്ങനെ അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇഫ് യു ഹാഡ് ടോൾഡ് മീ നീ പറഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്, ഞാനത് ചെയ്തേനെ. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ബോട്ട് ഇറ്റ്, നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വാങ്ങിയേനെ, ചെയ്തേനെ, കണ്ടേനെ, പറഞ്ഞേനെ, അതൊക്കെ പറയുമ്പോഴാണ് വുഡ് ഹാവ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഈസിയാണ്. ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഇത് ഒറ്റ മിനിറ്റ് കൊണ്ടോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. കുറേ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഇതൊക്കെ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മളത് മറക്കില്ല, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് ഇവിടെ ഇംഗ്ലീഷ് ഹൗസ്. 2 മാസം കൊണ്ട് വളരെ ചെറിയ ഫീ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല റിസൾട്ടാണ്. വളരെ ചെറിയ ഫീ. റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ. 2 ദിവസം കൊണ്ട് പുതിയ ബാച്ച് വരുന്നുണ്ട്. താങ്ക് യു.